ലോകത്തിന്നേ വരെയുള്ളവരിൽ വെച്ച് ഏറ്റവും വശ്യയായ സ്ത്രീ എന്നാണ് ക്ലിയോപാട്രയ്ക്ക് വിശേഷണം. മാദക സൗന്ദര്യം കൊണ്ടും ചതിയിലൂടെയും ലോകത്തെ ജയിച്ച ഈജിപ്ഷ്യൻ റാണി. അലക്സാണ്ടർക്ക് ശേഷം ഈജിപ്തിൽ ഭരണം നടത്തിയ ടോളമി വംശത്തിലെ ടോളമി 12ാമൻ്റെ പുത്രിയായി BC 69 ക്ലിയോപാട്രയുടെ ജനനം. ക്ലിയോപാട്ര എന്ന ഗ്രീക്ക് പദത്തിനർത്ഥം ഗ്ലോറി ഓഫ് ഫാദർ അഥവാ പിതാവിൻ്റെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ മഹത്വം എന്നാണ്. ഇതേ നാമത്തിൽ സുന്ദരമായ ഒരു ചിത്രശലഭവുമുണ്ട്. BC 51 പിതാവിൻ്റെ മരണത്തോടെ തൻ്റെ 18ാം വയസ്സിൽ ക്ലിയോപാട്ര ഈജിപ്തിൻ്റെ ഭരണമേറ്റു. പിന്നീട് 10 വയസ്സുകാരനായ സഹോദരൻ ടോളമി 13ാമനെ വിവാഹം കഴിക്കുകയും ചെയ്തു. അന്ന് ഈജിപ്തിൽ പ്രത്യേകിച്ച് ഭരണവർഗങ്ങൾക്കിടയിൽ സഹോദരങ്ങൾ തമ്മിലുള്ള വിവാഹം സർവ്വസാധാരണമായിരുന്നു. ഇത് വംശശുദ്ധി നിലനിർത്തുന്നതിനും രാജഭരണം കുടുംബത്തിനകത്ത് തന്നെ ഉറപ്പിക്കുന്നതിനുമായി അനുവർത്തിച്ചു പോന്ന ഒരു രീതിയായിരുന്നു. എന്നാൽ ക്ലിയോപാട്രയുടെ ഭരണം പിടിച്ചടക്കുന്നതിനുള്ള തന്ത്രമായും 10 വയസ്സുകാരനായ തൻ്റെ സഹോദരനോടുള്ള കാമാസക്തിയായുമെല്ലാമാണ് ചരിത്രകാരന്മാർ വിശേഷിപ്പിച്ചത്. എന്നാൽ താൻ സൂര്യപുത്രിയാണെന്ന് ക്ലിയോപാട്ര സ്വയം പ്രചരിപ്പിച്ചിരുന്നതായും ചില ചരിത്രകാരന്മാർ അഭിപ്രായപ്പെടുന്നു. ക്ലിയോപാട്രയുടെ മാദക സൗന്ദര്യം എന്നും എല്ലാവരുടെയും ഇഷ്ട ചർച്ചാ വിഷയമായിരുന്നു. എന്നാൽ അവരുടെ മിടുക്കോ ബുദ്ധിവൈഭവമോ ഭരണ നൈപുണ്യമോ ഒന്നും ഏറെ ചർച്ച ചെയ്യപ്പെട്ടില്ല. ക്ലിയോപാട്രയായിരുന്നു ഈജിപ്തിലെ അവസാനത്തെ പ്രബലയായ ഫറോവ. അവർക്ക് 16ഓളം ഭാഷകൾ വശമുണ്ടായിരുന്നു. അക്കാലത്ത് റോമിൻ്റെ രാഷ്ട്രീയ സമവാക്യങ്ങളെ മാറ്റിയെഴുതിയത് ക്ലിയോപാട്രയാണ്. സമകാലീനരായ മറ്റൊരു സ്ത്രീക്കും ഇത് സാധിച്ചിട്ടില്ല. ഓക്ടിയം നാവിക യുദ്ധത്തിൽ 4 കപ്പൽപ്പടകളെ നയിച്ചവളാണ് ക്ലിയോപാട്ര. ക്ലിയോപാട്രയുടെ കാലത്ത് ഈജിപ്തിന് പ്രബലമായ അറബ് രാജ്യങ്ങളുമായി ദൃഢമായ കച്ചവട ബന്ധങ്ങളുണ്ടായിരുന്നു. അന്ന് ഈജിപ്ത് സമ്പൽ സമൃദ്ധമായിരുന്നു. ജ്യോതിശാസ്ത്രത്തിൽ പാണ്ഡിത്യമുണ്ടായിരുന്നു ക്ലിയോപാട്രയ്ക്ക്. ക്ലിയോപാട്രയുടെ ചരിത്രം ലോകമറിയാതിരിക്കാനാണത്രേ ഷേക്സ്പിയർ ജൂലിയസ് സീസറുടെയും ആൻ്റണിയുടെയും ഒക്കെ നാടകങ്ങൾ രചിച്ചത്. യഥാർത്ഥത്തിൽ ക്ലിയോപാട്ര മാസഡോണിയൻ വംശജയായിരുന്നത്രേ. ഗ്രീക്കായിരുന്നു അവരുടെ മാതൃഭാഷ. ക്ലിയോപാട്രയുടെ പൂർവികർ ഗ്രീസിൽ നിന്നും ഈജിപ്തിലേക്ക് വന്നവരാണെന്നാണ് ചരിത്രകാരന്മാരുടെ അഭിപ്രായം. പുരാതന ലോകത്തെ ഏറ്റവും പ്രബലരായ 2 സാമ്രാജ്യങ്ങളായിരുന്നു റോമും ഈജിപ്തും. ക്ലിയോപാട്ര ഏറെ പ്രശസ്തയായ റാണിയുമായിരുന്നല്ലോ. എന്നാൽ ക്ലിയോപാട്രയുടെ പ്രശസ്തിയും അധികാരവും പദവിയുമൊന്നും അവരുടെ ഭർത്താവായ ടോളമി 13ാമന് അത്ര രുചിച്ചില്ല. അവർ ഒരു കൂട്ടം ഉദ്യോഗസ്ഥരെയും സൈനികരെയും കൂട്ടുപിടിച്ച് ക്ലിയോപാട്രയെ പദവിയിൽ നിന്നും ഒഴിവാക്കി. ഇതേസമയം ക്ലിയോപാട്ര റോമൻ ഭരണാധികാരിയായിരുന്ന ജൂലിയസ് സീസറിൻ്റെ സഹായം തേടി. ക്ലിയോപാട്രയെക്കുറിച്ച് കേട്ടറിവ് മാത്രമുണ്ടായിരുന്ന സീസറാകട്ടെ അവരുടെ ഭ്രമിപ്പിക്കുന്ന സൗന്ദര്യത്തിൽ മതിമറന്നു. ഇരുവരും പ്രണയബദ്ധരായി. ക്ലിയോപാട്രയോട് ചേർന്ന് സീസർ ഈജിപ്തിനെ ആക്രമിച്ച് തോൽപ്പിച്ചു. ക്ലിയോപാട്ര വീണ്ടും അധികാരത്തിലെത്തി. ടോളമി 13ാമനെ വധിച്ചു. ഭരണത്തിന് ഭീഷണിയായി ക്ലിയോപാട്രയ്ക്കെതിരെ നിലകൊണ്ട സഹോദരിയെയും വധിച്ചു. ഇതിനോടകം ക്ലിയോപാട്ര തൻ്റെ ഇളയ സഹോദരൻ ടോളമി 14ാമനെ വിവാഹം ചെയ്തിരുന്നു. സീസർ പിന്നീട് കുറേ കാലത്തേക്ക് റോമിലേക്ക് മടങ്ങിയതേയില്ല. ക്ലിയോപാട്രയോടൊത്ത് ഈജിപ്തിൽ കഴിഞ്ഞു. അവർക്ക് ഒരു പുത്രൻ ജനിച്ചു. കുഞ്ഞു സീസർ എന്നർത്ഥമുള്ള സിസേറിയൻ എന്നവർ അവന് പേരിട്ടു. എന്നാൽ ഇതേ സമയത്ത് സീസറുടെ അഭാവത്തിൽ റോമിലെ ഭരണം താറുമാറായെന്നും ഉപജാപ സംഘങ്ങൾ കരുത്തരായെന്നുമുള്ള വാർത്തയെത്തി. ഇതേ തുടർന്ന് സീസർ റോമിലേക്ക് തിരികെ ചെന്നു. തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ബ്രൂട്ടസ് ഉൾപ്പെടെയുള്ളവരാൽ വധിക്കപ്പെടുകയും ചെയ്തു. റോം മാർക്ക് ആൻ്റണിയുടെ കൈകളിലായി. ക്ലിയോപാട്ര മാർക്ക് ആൻ്റണിയെ ചെന്നു കണ്ടു. സീസറെ പോലെ തന്നെ പ്രഥമ ദർശനത്തിൽ തന്നെ ആൻ്റണിയും ക്ലിയോപാട്രയിൽ അനുരക്തനായി. ഇരുവരും ഈജിപ്തിൽ ഒന്നിച്ചു കഴിഞ്ഞു. അവർക്ക് ഇരട്ട കുഞ്ഞുങ്ങൾ പിറന്നു. രാഷ്ട്രീയ രംഗങ്ങൾ വീണ്ടും മാറിമറിഞ്ഞു. മാർക്ക് ആൻ്റണിയും ഒക്ടേവിയനും തമ്മിലുണ്ടായ നാവിക യുദ്ധത്തിൽ പരാജിതനായ ആൻ്റണി ഒക്ടേവിയനുമായി സന്ധി സംഭാഷണത്തിന് മുതിരാനൊരുങ്ങി. എന്നാൽ ക്ലിയോപാട്ര ആത്മഹത്യ ചെയ്തുവെന്ന കിംവദന്തി കേട്ട് നിരാശനും വിഭ്രാന്തനുമായി തീർന്ന ആൻ്റണി ഉടവാളുകൊണ്ട് സ്വയം നെഞ്ചുപിളർന്ന് ആത്മഹത്യ ചെയ്തു. ഈ വാർത്ത കേട്ട ക്ലിയോപാട്രയും പിന്നെ ജീവിച്ചില്ല. വിഷപ്പാമ്പിനാൽ വലതുമാറിൽ കൊത്തിച്ച് അവൾ മരണമേറ്റുവാങ്ങി. കളങ്കിതമായ മഷിയാലാണ് ക്ലിയോപാട്രയുടെ ചരിത്രം രചിക്കപ്പെട്ടത്. പക്ഷപാതപരമായി വളച്ചൊടിക്കപ്പെട്ട ചരിത്രത്തിൻ്റെ ഇരയാണ് ക്ലിയോപാട്ര, എ വിക്ടിം ഓഫ് പെർവേർട്ടഡ് ഹിസ്റ്ററി. നമുക്കെല്ലാം പരിചിതയായ ക്ലിയോപാട്ര
ഒരു തികഞ്ഞ ലൈംഗിക അരാജകത്വത്തിൻ്റെ ആൾരൂപവും ഏതു പുരുഷനെയും സ്വന്തം സൗന്ദര്യത്താൽ ഭ്രമിപ്പിച്ച് സ്വന്തം പാവാട ചരടിൽ കോർക്കാൻ വണ്ണം വശ്യയുമായ ഒരു റാണി മാത്രമാണ്. ദിവസവും 700 കഴുതകളുടെ പാൽ നിറച്ച തൊട്ടിയിൽ മണിക്കൂറുകളോളം നഗ്നസ്നാനം ചെയ്ത് സൗന്ദര്യം കാക്കുന്ന ക്ലിയോപാട്രയെയാണ്. വിശിഷ്ടമായ മുത്തുകൾ ലയിപ്പിച്ച ദ്രാവകം പാനം ചെയ്ത് ശരീര സൗന്ദര്യം സൂക്ഷിക്കുന്ന ക്ലിയോപാട്രയെ മാത്രമാണ്. മുന്തിയ ഇനം വീഞ്ഞുകൾ മാറി മാറി ഉപയോഗിക്കുന്ന മത്തുപിടിച്ച റാണിയെയാണ്. രാത്രികളോളം നീണ്ടു നിൽക്കുന്ന രതിനൃത്തങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന മാദക സുന്ദരിയെയാണ്. തേനീച്ചകളെ ഉപയോഗിച്ച് ലൈംഗികോത്തേജനം നടത്തുന്ന അത്യാസക്തയായ പെണ്ണിനെയാണ്. ചൈനയിൽ നിന്നും പേർഷ്യയിൽ നിന്നും വില കൂടിയതും 7 ആവർത്തി ചുറ്റിയാലും സുതാര്യമായ അത്രയും നേർത്തതുമായ മസ്ലിൻ കൊണ്ടുവരുന്നതിനായി ഭീമമായ തോതിൽ ആളും അർത്ഥവും ചെലവിടുന്ന ധൂർത്തയായ സ്വേച്ഛാധിപതിയെയാണ്. തൻ്റെ പരമരഹസ്യമായ സൗന്ദര്യവർദ്ധക വസ്തുവിൻ്റെ കൂട്ടുപയോഗിച്ച് സ്വന്തം മകൾക്ക് ലേപനമൊരുക്കി കൊടുത്ത ഭിഷഗ്വരനെ നിഷ്ഠൂരം വധിച്ച അസൂയാലുവായ സ്ത്രീയെയാണ് നാം അറിയുന്നത്. ക്ലിയോപാട്ര ഉപയോഗിച്ചിരുന്ന സുഗന്ധലേപനങ്ങളും അതീവ പ്രശസ്തമാണ്. വാട്ടർ കണ്ടൻറ്റ് കുറഞ്ഞതും അതീവ സുഗന്ധപൂരിതവുമായ ആ അപൂർവ സുഗന്ധത്തിൻ്റെ കൂട്ട് പരമരഹസ്യമായിരുന്നു. മെഡീഷ്യൻ, മോട്ടോപ്പിയൻ എന്നീ പേരുകളിൽ അറിയപ്പെട്ട ആ സുഗന്ധക്കൂട്ടുകൾ BC 4500കളിൽ നിർമ്മിക്കപ്പെട്ടവയായിരുന്നുവെന്ന് ഓർക്കുക. കളിമണ്ണും ഗ്ലാസും ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ആംഫർ അഥവാ അംഫോറ എന്ന പ്രത്യേകതരം പാത്രങ്ങളിലാണ് അത് സൂക്ഷിച്ചിരുന്നത്. റാണി കപ്പലിലായിരുന്നാലും കരയിൽ അവരുടെ സുഗന്ധമെത്തുമായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഈ സുഗന്ധം പുനഃസൃഷ്ടിക്കാൻ പിൽക്കാലത്ത് ശാസ്ത്രജ്ഞർ ഏറെ ശ്രമിക്കുകയുണ്ടായി. എന്തായാലും 3000 വർഷത്തെ ഇതിഹാസ പരമ്പരയ്ക്കും ഈജിപ്ഷ്യൻ നാഗരികതയ്ക്കും ക്ലിയോപാട്രയുടെ മരണത്തോടെ അന്ത്യമായി.